ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗ് സ്വാഗതം ഗൈസ്. നമ്മൾ ഇന്നുള്ളത് നമ്മളെ ആപ്പാപ്പാന്റെ പേരിലാണ്. കാരണം പറഞ്ഞ ഇന്ന് ഇവിടെയാണ് നമുക്ക് തുറവില്ലത്. മമ്മ ഇന്നെന്താ ഇവിടെ എന്നാടാ ആപ്പാപ്പാനോട് എന്താ പരിപാടി? തുറക്ക ഇവിടെ അല്ല ഒന്ന് തുറപ്പിച്ചാല്. ഇന്നലെ നമുക്ക് ചന്തക്കൊന്ന് നമ്മളെ കൂട്ടുകാരന്മാരോടെയാണ്, ഇന്ന് നമുക്ക് ഇവിടെയാണല്ലേ. ഞങ്ങൾ ഗൈസ് ഉച്ചക്കായപ്പോൾ എത്തിക്കണം, പക്ഷെ ഞങ്ങൾ ഒരു പണിക്കും കൂടി കൊടുത്തിട്ടില്ല എന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൂടാൻ സമ്മതിച്ചിട്ടില്ല. എന്തൊക്കെ ഉണ്ടാക്കിക്കണ ശമന? സമൂസ, കട്ലേറ്റ്, കാരക്കപ്പൊരി, ആ പിന്നെ ഫ്രൂട്ട്സ്. ഇവിടെ ഗൈസ് എന്താണ് കാരക്കപ്പൊരി ഡെക്കറേഷൻ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതാക്കണ കണ്ടോ, ഇവിടെ ആക്കണ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കണ്. ഇതാക്കണ താത്തക്കുട്ടി ഇവിടെ ഉണ്ട്. എന്താ താത്തക്കുട്ടി പറയാല്ലേ? നോമ്പ് സെറ്റ് അല്ലേ? ഹൈറായി പോണല്ലേ? പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങള് കൊറേയൊക്കെ ഞാൻ പണിയെടുക്കാൻ കൂടിയൊക്കെ കൊടുത്തിന്, പക്ഷെ എല്ലാം പെട്ടെന്നായിരുന്നു. കുഴപ്പമില്ല, മേടിച്ചോണ്ട്. അല്ല ചോറെന്താ? ബിരിയാണി, ചിക്കൻ ബിരിയാണി ഉണ്ട് ഗൈസ്. ഒക്കെ ഉണ്ട്. ഞങ്ങള് ഗൈസ് ഇവിടെ ഞാന്, ഷംന, മോണ്ടം, താത്ത, അമ്മായി, ഉമ്മ, ഇമ്മ, അത്ര ആൾക്കാരനുള്ളൂ. ചെറിയാപ്പ് വരും, പിന്നെ അളിയാക്കപ്പ് വരും. മോണ്ടനും ഇതും കൂടി ഇപ്പൊ പെരീക്ക് പോയിക്കണ്. മറ്റേ വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് പോയിക്കണ്. ഒലിപ്പ് വരും. പിന്നെ ആപ്പാപ്പ ഉണ്ട്, ആപ്പാപ്പ ഇവിടെ കിടക്കുന്നുണ്ട്. ഉറങ്ങിക്കോട്ടെ. 6 മണിയായി. 6 മണിയായി. എവിടെ വെക്കണേ? പ്ലാനിങ് ഒക്കെ എവിടെയാണ്? എവിടെ വെക്കാനാണ്? ഇവിടെ ഈ ഭാഗത്തില്ലേ? ഇത് മറ്റേത് അവിടുത്തെ വലിയ പോകണം. അതാകുമ്പോ നല്ല വിളിച്ചുണ്ടാവും ഇല്ലേ? ഞങ്ങൾ കണ്ടറിഞ്ഞ് വാങ്ങിയതാ. എന്തേലും മറ്റേ വീട് എടുക്കാൻ ആവശ്യത്തിനേ വിളിച്ചുണ്ടാവില്ലെങ്കിലേ. ഉമ്മ അവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. കുട്ടിയാക്കണ അവിടെ ഉറങ്ങുന്നുണ്ട്. കുട്ടീനെ ഇട്ടോ മാമ ബാഗില്. ഇപ്പൊ ഗൈസ് ഓരോ പണിയിലാണ് എല്ലാരും. എന്താ സമയം? കട്ലേറ്റ് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ അല്ലേ? അല്ല ഞാൻ പൊരിച്ചാൻ കൂടി കൊടുത്തിന്. ഇനി ഞാൻ ഇതാക്കിയ കരിഞ്ഞെന്ന് അറിയില്ല. ഇല്ലടി, ഞാൻ ഇതാക്കണ അവിടെ പറയുന്നത്. ഉമ്മ ഉണ്ടാക്കിയ കട്ലേറ്റ് കൂട്ടണേ അവിടെ തന്നെ ചിരി. വള്ള കളിക്കോ? എന്തിനെന്തിനും മുളക് ഇട്ട് വെച്ചിക്കണേ? അതിന് അങ്ങനെ ഞാൻ ചോദിച്ചാൽ ഐസിലെന്തിനാ മുളക് ഇട്ട് വെച്ചിന്? ഐസ് കെട്ടിട്ട് നാരങ്ങളാണ് ഉമ്മ, കഞ്ഞിവെള്ളമല്ല. ഗൈസ് ഇവിടെ ആക്കണ ഓരോ സാധനങ്ങൾ ഇതാക്കണ. ഫ്രൂട്ട്സുകൾ കണ്ടോ വെക്കണ? ഇവിടെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിക്കണേ. ഇവിടെ ആക്കണ ഗൈസ് നമ്മളെ ബിരിയാണി ഇവിടെ ഉണ്ട്. കണ്ടോ, ബിരിയാണി ഇവിടെ ഉണ്ട്, സെറ്റായി ഇരിക്കുന്നുണ്ട്. ഇതാക്കണ ബിരിയാണിക്കല്ലേ ഇറച്ചി ഇവിടെ ഉണ്ട്. ചെറിയാപ്പൂ വന്നു തോന്നണേ. ചെറിയാപ്പൂന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഇത് ഗൈസ് പിന്നെ ബത്തക്കന്റെ വേസ്റ്റ് ഉണ്ട്. അതായത് ബത്തക്കന്റെ തോടും കാര്യങ്ങളൊക്കെ, തൊലിയും കാര്യങ്ങളൊക്കെ. അതെന്തിനു വെച്ച് കഴിഞ്ഞാൽ പെരീക്ക് കൊണ്ടുപോയാണ്ട് കോഴിക്ക് കൊടുക്കാനുള്ള സാധനമാണ്. അതാണ് ചെറിയാപ്പ് വന്നത്. ചെറിയാപ്പൂന്റെ മകൻ എന്താണ്? ആ ചെമ്പിട്ട് കൊടുക്കടി. അതെ, അത് ഗൈസ് ചെറിയാപ്പൂന്റെ ഉമ്മ അവിടെ ഉണ്ട്. അപ്പൊ ചെറിയാപ്പൂന്റെ ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുക്കാനുള്ള ഫുഡ് അപ്പൊ തന്നെ ഒന്നും പോവില്ലല്ലോ. എനിക്കില്ല, എന്തായാലും പറയുന്നത് ഫുള്ളുണ്ട് ഇവിടെ. ചിലപ്പോ വരുമോ? വരും. ഓക്കെ, എന്നാ വേഗം പോയി വരും. ഓക്കെ, ഞങ്ങള് നമ്മുടെ സെറ്റാക്കി വെക്കട്ടെ. അപ്പത്തിന് ചെറിയാപ്പ് വരുമ്പത്തിന് ഇവിടെ മേശയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. ഉമ്മ ഐസും കട്ടെ. ഉമ്മ ഇവിടെ വന്നാണ് ഇത് കൂടി കൊടുത്താണ്. അതെയോ? ഇവിടെ ഇരിക്കാൻ പോയിക്കോ. അത് വേണം, അത് ചെറുതല്ലേ. ഈ മേശയും കൂടി ഇടണമെന്ന് ചോദിച്ചാൽ അത് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. അതാകുമ്പോ എന്നാ കുറെ ആൾക്കാർക്ക് ഇരിക്കല്ലേ, കുറെ ആൾക്കാർക്ക് നല്ല വീതിയും വിസ്താരമായിട്ട് ഇരിക്കാം. ഇത് ഗൈസ് ഇവിടെ വാങ്ങിയ പുതിയ സോഫയാണ്. അപ്പാപ്പാക്ക് വാങ്ങിയ നല്ല രസമുണ്ടോ? ആ ഇങ്ങനെ കളറല്ലേ? ഇത് എപ്പോഴാ കാണണേ? ചളിയാ വെക്കാൻ വേണ്ടിട്ട് മൂടി വെച്ചാണ്. കുട്ടികൾ കയറി ഇറങ്ങിയിട്ട്. ആ കൊറേ കുട്ടികളുടെ ഇവിടെ. അതിനെത്ര 500 രൂപ പറ്റുള്ളൂ. 500 എത്ര ഉള്ളു അതിന്? താത്ത വള്ളം കലക്കിക്കൊണ്ടിരിക്കണേ. ഇഷ്ടം പോലെ മധുരം ഉണ്ടല്ലോ. ഒന്ന് പൊക്കിക്ക.
ഇല്ല കോരിയാണ് പൊക്കിക്കാണി ആ എന്താ അതില് ഇതലിയണ്ണേ ആണോ? അല്ലാതെ കുടിച്ചാൻ പറ്റില്ലല്ലോ. അതെ വത്തക്കവെള്ളം കണ്ടോ? അതെന്താ റോസ് കളർ എടുക്കണേ? വത്തക്കയും പാലും. പാലോ? പാലുണ്ടോ? പാല് കാര്യായിട്ട്. വാവ്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ തിന്നാ മതി. ഇതൊക്കെ കാണുമ്പോ നോമ്പ് തുറന്നു കഴിയുമ്പോ ഇതൊക്കെ തിന്നോന്നറിയില്ല. ഏറെ ഒന്ന് 2 തിന്ന് ഇതെത്രണ്ണം തിന്ന് മതി? ഈ 2 പോവുള്ളൂ. വെള്ളം തന്നെ ഇഷ്ടം പോലെ കുടിച്ചു. പിന്നെ ഒന്നും വേണ്ട. അതാണ് പറഞ്ഞേ. പിന്നെ ചോറ് ഇതൊക്കെ അല്ലേ. അതിന് നമ്മള് ചോറ് കൊറേ വെച്ചിട്ടൊന്നുമില്ല. കാരണം ആർക്കും പോകൂല. അതുകൊണ്ട് കുറച്ച് കണ്ടറിഞ്ഞ് വെച്ചിട്ടുള്ളൂ. ഏതായാലും കാരക്കപ്പൊരി ഉണ്ട് സെന്ററില്. സമയമൊക്കെ കഴിച്ച് വെച്ചിക്കണ്. ശരിക്ക് കാരക്കാപ്പൊരി ഉള്ളിലാക്കേണ്ട ചൂടാ. കാരക്ക ശരിക്കും പറഞ്ഞ ഉള്ളില് വേണ്ടി നോക്കിയാ വക്കത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. എല്ലാത്തിനും വക്കത്ത് കിടക്കണേ. ഇതെന്താ മനസ്സിലായില്ല. എവിടെ ഷംന? ഷെഫ് അവിടെ ഷംനയാണ് കാരക്കപ്പൊരി ഉണ്ടാക്കി. കാരക്കയും കടലേക്കും ഓളെവിടെ ആണോ? ഒരു ഡ്രസ് എന്താ കൊണ്ടുവരാൻ പോയിക്കാണല്ലോ. ഗൈസ് സീറ്റിങ്ങിന്റെ സെറ്റപ്പ് ഇങ്ങനെയാണ് ആയിക്കൊണ്ടിരിക്കണേ. അതായത് ഇവിടെയും ഇങ്ങോട്ടും അങ്ങോട്ട് പറ്റാൻ ചാൻസ് ഉണ്ടോന്ന് അറിയില്ല. എന്നാലും നോക്കട്ടെ. ഇനി മറ്റേ ടേബിളും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ മാ? ആ ഇവിടുത്തെ ഈ ടേബിളും കൂടിയും പിടിക്കാനുണ്ട്. അതിനകത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചാണിന്നാ അതെങ്ങനെ വെക്കുക? ഇങ്ങനെ വെക്കുക ആണോ? മറ്റേ ഇങ്ങനെ വെക്കുമ്പോ ഇവിടെ സോഫ വരുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഏകദേശം ഒരു 8 ആൾക്കാര് 10 ആൾക്കാരിലും പോകൂലേ? ഷംന ഷെഫ് പറഞ്ഞെടുത്ത എന്താണ് കാരക്ക എന്താ സൈഡിലാ വല്ല രഹസ്യം എന്ന് പറഞ്ഞെടുത്താണ് പാളി പോയതാണ് ഗൈസ് അല്ലേ? സെന്ററിലാ വേണ്ടി സാധനം സൈഡിക്കണ്ടായി. അതെ 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 അതെ. ആ എവിടെയാണ്? ഇതാണ് തോന്നുന്നു. ഇതില് സെന്ററിലാണോ? ഇതിലുണ്ടോ? ആണോ? ഞാൻ കൂടിയേ ഇല്ലേ ഗൈസ്. ഞാൻ 1-2 തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കി കോളനാക്കിയതാ. അങ്ങനെ പറയണം. നല്ല എന്താ അടുത്ത പ്രാവശ്യം ഉണ്ടായിട്ടില്ല. പണിയെടുക്കമ്മ. എന്താ അവിടെ ചെറിയ തോളിട്ട് കുത്തിരിക്കണേ? തുറന്നാ മതി. ഇനി സാധനം ടേബിൾ നമുക്ക് എത്തിച്ചു. അതിനുള്ളില്ലേ പണി? ഫ്രൂട്ട്സ് അവിടെ അത് നീക്കിക്കൊണ്ടിരിക്കാം. അമ്മ ഫ്രൂട്ട്സ് എടുത്താണ്. എന്തായാലും ഞങ്ങൾ ഇക്കാലം സ്ഥലം സിറ്റിങ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം. അമ്മ ആ സാധനങ്ങൾ എടുത്താണ് ടേബിൾ മുഖ വെച്ചോളിന്നാ. നമുക്ക് കിടന്നോളി. ടേബിൾ മുഖ വെച്ചോളി. അതുകൊണ്ട് സമൂസ എടുക്കാനുണ്ട്. അവിടെ സെൻറ്ററിക്കാണ് വെച്ചോ. അപ്പാപ്പാനെ അവിടെ ഇരുത്തുക. അപ്പാപ്പാ ഗൈസ് കറക്റ്റ് ടൈമാണ് അളിയാക്കാൻ്റെ വരവ് അല്ലേ? പണി നേരം വൈകുന്നു. നേരം വൈകില്ലേ? ആ ഇജുണ്ടോ? എന്നാ കയറി ഇരിക്ക്. അപ്പാക്ക് എന്നാ അവിടെ ഇരുന്നോളി കയറിക്കോ. ഉമ്മ ബാക്കി സാധനങ്ങളൊക്കെ എടുത്താണ്. ഷംന എടുക്കുന്നുണ്ട്. എന്നാ ഒന്നിരി ഒന്നുണ്ടാ. എന്നാ ഇതുകൊണ്ടാ. അപ്പാപ്പ ഇരുന്നോ. ടൈം ആവാനായി. എന്തിനോട്ടെന്നാ ടൈമൊക്കെ ഓടിക്കൊണ്ടിരിക്കണേ. നമ്മമ്മ ഇരിക്കല്ലോ തുടങ്ങിക്കോളി. എടി പറ്റന്ന് അറിഞ്ഞത് സിന്ധുവോ? ഗൈസ് ഈ ചുരിദാറുകൾ എവിടെയെങ്കിലും കണ്ടുകിടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യില്ല. കണ്ടു കാണില്ല. ഇത് വീഡിയോക്ക് നിന്നിട്ടില്ല. ഇത് മോന്റെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പത്തിന് ഉമ്മാക്ക് ഹൈറ്റ് ഇല്ല അല്ലെ? വലിപ്പല്ലേ? അതിൽ പിന്നെ ഷംനക്ക് ഏതെങ്കിലും കാര്യം. ഷംനക്ക് കറക്റ്റ് ഹൈറ്റ് കിട്ടിയില്ലേ? അതെ അവള് കറക്റ്റ് സൈസ് കിട്ടി. താത്താക്ക് കിട്ടിയില്ല. താത്താക്ക് അടുത്തില്ല നോക്കാം. ആണോ? ആ താത്താക്ക് നല്ല വാങ്ങിക്കൊടുത്തില്ലേ വെറുതെ ഒന്ന്. എന്നാ അമ്മ ഇരിക്കി. ചെന്തി എന്താ ഇവിടെ ഇങ്ങനെ നടക്കണ്? തെക്കും പറക്കാക്കല്ലേ? അതെ അങ്ങനെയാണ് അധ്വാനിക്കുന്ന തൊഴിലാളികൾക്ക് അങ്ങനെയാണ്. മമ്മിയും പാപ്പൊക്കെ ഇവിടെ ഇരുന്നാണ്. ഇരുന്നോ മമ്മ അവിടെ ഇരുന്നോളി. എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെക്കട്ടെ. മോണ്ടിനോടല്ല ഓൻ കരിക്ക് വെക്കാണ്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. ഓപ്പ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണക്കിണ്ടിയോ? വാവ് ഗൈസ് സ്വർണ്ണക്കിണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതെന്തിനാ? ഖാലിയാക്കാനോ? വത്തക്ക് പ്ലാനിങ് നല്ലോണ്ട്. പക്ഷെ ഒന്നും നടക്കണില്ലല്ലേ? ഒരു കൂട്ടം ബുദ്ധിയില്ലാത്ത ആൾക്കാർ ഗൈസ്. അങ്ങനെ നമ്മളിവിടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിക്കണ്. ഇതാക്കണേ ഇപ്പൊ കണ്ടോ? ഇപ്പൊ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിക്കണ്. എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചു. ഇപ്പൊ അതാക്കണേ ചെറിയാപ്പും ആദും വരുന്നുണ്ട്.
ഓ വാലേക്കും അസ്സലാം. കേറി ഇരിക്കി, ഉള്ളിക്ക് കേറി ഇരിക്കി. ഉള്ളിൽ കയറിക്കോളൂ, ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ശരിക്കും ഇങ്ങനെ പോയിക്കോളി, ചോറൊക്കെ നമുക്ക് തിന്നാം. അവിടെ ഗൈസ് ക്യാമറ വെക്കാല്ലേ കഷ്ടപ്പാടിലാണ്. എവിടെ എങ്ങനെ വെക്കുന്ന അറിയില്ല, എങ്ങനെ വെക്കുന്ന ഒരു പിടുത്തല്ലേ. കണ്ടോ, ഫുള്ള് കഷ്ടപ്പാടാണ്. നിക്കണില്ലല്ലേ, എന്തൊക്കെയാ കാട്ടുന്നത് ഗൈസ്, വെച്ചോണ്ടിരിക്കുകയാണ്. മോണ്ടിനെ ഋതുവിനെ കാണാല്ല. ഒലിഞ്ഞിപ്പോ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടാണോ വരുന്നതെന്ന് വെച്ചറിയില്ല. കാണാലോ അല്ലേ, അതിന് കൊണ്ട് വീട് കാണാലോ അല്ലേ. അങ്ങനെ ആക്കണ ഇവിടെ മോണ്ടനും ഋതുവൊക്കെ എത്തി. അങ്ങനെ എല്ലാരും എത്തിക്കണ്. എന്താ അവിടെ ഒച്ചയും എന്താ കാരക്കാണിഞ്ഞ് കാര കിട്ടാണ്ടോ? മുടിയോ അൻ്റെതോ സാറായിക്കണെന്നാ നോമ്പില്ലാത്തിനോട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നോമ്പ് പറഞ്ഞേന് എന്നാ എല്ലാവർക്കും എല്ലാം കിട്ടിയില്ലേ? എന്നാ കാരക്ക എടുത്താണ്. എന്നാ കാരക്ക അങ്ങോട്ട് വെച്ചോട്ടോ. എന്നാ കാരക്ക കുറച്ച് അങ്ങോട്ട് വെച്ചോളൂ. ഒച്ചയും മുടി ഉണ്ടാക്കലി. എന്നാ കാരക്കാള് അങ്ങോട്ട് ഇതാക്കി എടുത്തു നോക്കി അയക്ക് എടുത്ത് വെച്ചോളി. ശരി, എല്ലാരും വെയിറ്റിംഗിലാണ് ഗൈസ്. നിശബ്ദത, പക്ഷെ നിശബ്ദത കാണില്ല. കസാലൊന്നും കാണുന്നില്ല. ഇവിടെ ഇരുന്നല്ല, സോഫ ഉണ്ടല്ലോ. ഇതാണ് പുതിയ സോഫ. അതെ മാണോ, ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. ഇതാണ് ഇവിടെ സോഫ ഉണ്ട്. ഇതാക്കണേ സോഫ ഉണ്ട് ഗൈസ്. കുട്ടിയും വന്നിട്ടുണ്ടോ? സാറേ അല്ല, ഉനക്ക് നോമ്പല്ലേ? മുടിയുടെ നോമ്പ് അറിയില്ലേ? ഇല്ലേ? മുടിയിട്ടാൻ പറ്റുമോ? ആണോ? അത് രാത്രിയല്ലേ? ആണോ? അലഞ്ഞിപ്പോ അങ്ങനെ പറഞ്ഞാൽ ആശ്വസിച്ചല്ലേ? അങ്ങനെ ഉണ്ടോന്നുണ്ടെന്ന് കമന്റ് ചെയ്യല്ലാരും. കുലിക്കല്ലേ കുലിക്കല്ലേ. ടൈം എത്രയായി? കേക്കൂലേ? 30 ഇപ്പൊ ടൈം എത്രയായി? എങ്ങും നിശബ്ദത. അമ്മായി ഇരുന്നോളി, അമ്മായി കുട്ടീനെയും കൊണ്ട് നിക്കാണ്. ഞാൻ എന്റെ ഒരു ചെവി ജനല തുറന്ന എന്റെ ഒരു ചെവി അവിടെ തന്നെ. അല്ല കുലിക്കല്ലേ കുലിക്കല്ലേ. താത്ത ഒരു കട്ട്ലേറ്റ് കൊണ്ട് തൊള്ളി വെച്ചോടുത്ത് നോക്കി. ഒരു കാരക്ക വെച്ചോടുത്തളി. കാരക്ക കട്ട്ലേറ്റ് അല്ലേ സമൂസ അതൊന്നും കുടിച്ചാനായിട്ടില്ലല്ലേ? ആണോ? കൊടുക്കണ്ടോ? ഉണ്ടോ? നിക്കോ മുണ്ടല്ലേ മുണ്ടല്ലേ. വാങ്ങിക്കൊടുത്തു വാങ്ങിക്കൊടുത്തു വാങ്ങിക്കൊടുത്തു. കാരക്ക കാരക്കട്ടി. ആ ഇരിക്ക ഇരിക്കാം. തൈരോ കഴിക്ക് കഴിക്ക്, എല്ലാരും കഴിക്ക്. താത്ത എടുത്ത് തിന്നി, മൊബൈലൊക്കെ പിന്നെ പിടിച്ചിക്ക. ഷംന എടുത്ത് കഴിക്ക്. ഇജ്ജുണ്ടാക്കിയാണെന്ന് വിചാരിച്ചു തന്നാ മതി. ചെറിയപ്പോ കഴിക്ക്. അളിയാക്ക അളിയാക്ക ക്യാമറ പിന്നെ പിടിച്ച കഴിക്കാൻ നോക്കി. എടുത്ത് തിന്നി. മമ്മ അവിടെ അടിയിലുണ്ട് ഗൈസ്, അവിടെ ഉണ്ട്. മമ്മ എടുത്ത് തിന്നിട്ടോ. എല്ലാരും എടുത്ത് തിന്നോളി. റിതോ സെറ്റല്ലേ? ഞങ്ങൾ കുറച്ചെല്ലാം കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇതാക്കണ് കഴിച്ച് കഴിഞ്ഞിട്ടില്ല, അപ്പൊ അങ്ങനെ പകുതി ആയിട്ടുള്ളൂ. ഇതാക്കണ ഇവര് ഇവിടെ ബാക്കി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പോയാണ് നിസ്കരിച്ചു കേട്ടത്. ഇതാക്കണ മോണ്ടിനൊക്കെ പള്ളിയിൽ പോകുന്നുണ്ട്. അളിയാക്കന്മാര് രണ്ടാൾക്കാർ മുമ്പിൽ നടന്നിക്കണേ. ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിസ്കരിച്ചിട്ട് വരാം. എങ്ങനെ ചെറിയൊരു തറവി. അതായത് ഞങ്ങള് ആകെ കുറച്ച്, അതായത് നമ്മളെ കുടുംബം എന്ന് പറഞ്ഞു ആകെ നമ്മളിങ്ങനെ പിന്നെ മരുമക്കള് രണ്ട് അളിയന്മാരും അങ്ങനെ
ചെറിയൊരു സ്ഥലമായി അതെ അപ്പാപ്പൊക്കെ ചിരിച്ച് കളിച്ചാണ്ട് തിന്നുന്നുണ്ട് സമൂസൊക്കെ. അപ്പാപ്പൊക്കെ കുറെ ഇമാമ നിക്കാൻ വേണ്ടി പോയിക്കണേ. അടുത്ത് നമ്മള് വേഗം പോയി തോണ്ടും. അതെ നിസ്കരിച്ചോട്ടെ. നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. എന്താ റിതുവിന് പറയാനുള്ളത് എന്താണ്? നോമ്പിനെ പറ്റി ഒരു 2 വാക്ക്. നോമ്പിനെ പറ്റി പറഞ്ഞു കൊടുക്കും. നോമ്പിനെ പറ്റി പറ. എന്നിട്ട് അടിപൊളിയല്ലേ? നോനോട് ചോദിച്ചു നോക്ക്. നോൻ പോയി. നമുക്ക് നിസ്കരിച്ചിട്ട് കാണാം. ഓക്കെ. അങ്ങനെ പള്ളിക്കൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു. ഇതാക്കണം ഇവിടെ ബിരിയാണി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരമായിട്ട് കുറച്ചധികം നേരം ഞങ്ങൾ വന്നിട്ട് ഇപ്പം അങ്ങനെ ബിരിയാണി വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മോണ്ടനങ്ങനെ കിടക്കുന്നുണ്ട്. ചെക്കന്മാരി കൂടെ പൊട്ടി തിരിച്ച് കിടക്കുന്നുണ്ട്. പിന്നെ ഇതാക്കണം ഇവിടെ അങ്ങനെ 2 ആൾക്കാർ ഇവിടെ പുറത്ത് നിന്നാണ് ചോറുന്നത്. എന്ത് ഉദ്ദേശം എന്ന് വെച്ചാൽ മനസ്സിലായില്ല. ചെറിയാപ്പും അതേപോലെ തന്നെ മമ്മി ഗ്രൗണ്ടിലെത്തണം. കളി ഇറങ്ങണല്ലേ? അപ്പൊ അതിന് വേണ്ടിട്ട് തിരക്കിട്ട് പോവാണ് ചെറിയാപ്പൂ. ചെറിയപ്പോ അങ്ങനെ പുറത്തു നിന്ന് അല്ല ചെറിയാപ്പൂന്റെ കാര്യമൊക്കെ ഇത് ഇവിടെ എന്താ കമ്പനി തന്നില്ലേ? ഒരു കമ്പനിക്കാണ്ട് ഇരുന്നിടത്തില്ലേ? എങ്ങനെയുണ്ട് മമ്മ ബിരിയാണി കഴിച്ചിട്ട്? എങ്ങനെയുണ്ട്? അടിപൊളിയാ? ബീഫ് ഉണ്ടല്ലേ? ബിരിയാണി ഇരുത്തോ? അടിപൊളിയല്ലേ? അങ്ങനെ ഇവര് നാച്ചുറൽ വൈബിന് വേണ്ടിട്ട് ഇവര് പുറത്തേക്ക് വന്നിങ്ങനെ നാക്കില് കളിച്ചോലേ. ഇതാകണം ഉമ്മയും മമ്മ അവിടെ ഇരുന്നാണ് ചോറ് നല്ല തുടങ്ങിക്കോളിന്നാ. ആ ഞാൻ അവിടെ ഇരിക്കാം. ശമന ഇരിക്കില്ലേ? അതെന്താ കുറച്ച് നിന്നാ സ്ഥലമില്ലാന്നോ? സ്ഥലം ഉണ്ടാക്കലല്ലേ? ഇരിക്കാനല്ല പള്ളിയിൽ സ്ഥലമില്ലാന്ന് അവള് പറഞ്ഞേ. അമ്മായി എന്താ നോക്കത്തേക്കണേ ഇരിക്കണില്ലേ? അത് നോമ്പ് പറ്റാണ്ടൊക്കെ പോയോ? എന്തായാലും ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചോണ്ടിരിക്കണം. ഓരോരുത്തരാക്കണം ഫുഡ് കഴിച്ചോണ്ടിരിക്കാണ്. ഉമ്മ വിളമ്പിക്കൊണ്ടിരിക്കാം. ചിക്കൻ ബിരിയാണി എല്ലാം ഉണ്ട്. പക്ഷെ ഇറങ്ങാൻ സ്പേസ് ഇല്ല. പള്ളിയിലല്ല അതാണ് പറ്റിയത്. ഇതെന്തിനാ അത്ര ചോറൊക്കെ? ആ എടുത്തോളി. ഇതാക്കണം മോട്ടിനൊക്കെ അവിടെ ഫുഡ് കഴിച്ച് തുടങ്ങുന്നുണ്ട്. ഞാൻ എന്തായാലും ഗൈസ് ഫുഡ് കഴിക്കട്ടെ. എന്നൊരു സാവധാനം നോക്കാം. ഇത് കഴിഞ്ഞിട്ട് വേണം പെരീക്കൊക്കെ പോകാൻ. ഗൈസ് അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇവിടെ ആക്കണ ഓരോരോ കുടുംബശ്രീ വർത്തമാനങ്ങളാണ്. ഉമ്മ പോണ്ടേ? ഞാൻ നാളെ വന്നാ മതിയോന്ന്. അല്ല എന്താണ് ഉമ്മക്ക് വെക്കണോ? എന്താണ് നാളെ ഇപ്പൊ വെയിലത്ത് വരണ്ടേ? ഏതൊക്കെയാ മോശം സെന്റി നിക്കണ്ടോ? വരുന്നുണ്ടോ? ഫ്ലാഷ് അടിച്ചുത്തിരിക്കണേ. അമ്മായി അയ്യാണ് കാത്തിക്കണേ. ഇജ്ജ് പോരും വിചാരിച്ചിട്ട് ഇജ്ജ് ഊരിനില്ല. കോഴിക്കൊടുക്കാനുള്ള വേസ്റ്റ് ആണിത്. പച്ചക്കറിന്റെ അല്ല ഫ്രൂട്ട്സിന്റെ വേസ്റ്റ് ആണിത്. എടാ എന്താടാ എനിക്ക് ഒന്നെന്തെങ്കിലും തിന്നാൻ കൊടുത്തടാ. ഗൈസ് നമ്മളിഞ്ഞ് നേരെ പെരീക്ക് പോകാൻ വേണ്ടി നോക്കുകയാണല്ലടാ. അതെ ഈ ബൾബ് നമ്മളെ പെരിയിലായാലും അടുക്കള കഴിഞ്ഞാല് നേരെ കൊലയായി കഴിഞ്ഞാൽ അടുക്കള. അത് കഴിഞ്ഞിട്ട് അപ്പാപ്പാന്റെ പെരിയിൽ ഇത് എല്ലായിടത്തും കൂടി പോകുന്നുണ്ട്. ഈ ബൾബ് എല്ലായിടത്തും പാസിംഗ് ആണ്. എന്നാ ഇനി ഇറങ്ങിയല്ലേ അമ്മ? ബേരി ശരി എന്നാ ബേരി അതൊക്കെ സാധനങ്ങളൊക്കെ എടുത്തോളി. ഹെൽമെറ്റ് കൈ പിടിച്ചാ മമ്മ വരുന്നുണ്ടോ? അതോ ആ മാറ്റിയില്ലേ? എന്നാ ഈ പോവാലേ നിർബന്ധിച്ച. എന്നാ അമ്മയ്യേ ഞങ്ങളെന്നാ ഇറങ്ങി കേട്ടോ. പോയോക്കട്ടെ. എടാ അപ്പാപ്പ എവിടെ? അവിടെ ഉണ്ടോ? അപ്പാപ്പ ഞങ്ങൾ പോയിന്നാ. അസ്സലാമു ഓക്കെ ബേരി ബേരി. താത്ത എവിടെ? എങ്ങനെ ബിരിയാണി ബിരിയാണിയോ? ചൂടുണ്ടാവും ബിരിയാണി. ബാക്കിയുള്ള ബിരിയാണി ഉണ്ട്. കുറച്ച് പേര് കൊണ്ട് തിന്നാൻ വേണ്ടിയിട്ട് നമുക്ക് ബിരിയാണി ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാ പേര് ഇവലെ ചർച്ച കഴിഞ്ഞില്ലേ? അന്താരാഷ്ട്ര ചർച്ചയാണ് തോന്നുന്നു. എന്നാ പേര് കേറി മുമ്പ് കാണാൻ വെച്ചോളി. കൈ പിടിച്ചോളി. ഏത് ഇതാകണ അതിൻ്റെ ഉള്ളിലുണ്ടേ. ബൈക്കാക്കണ അവിടെ ഉണ്ട്. ഞാൻ എടുക്കട്ടെ. അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മളെ വ്ളോഗ് നമ്മളിവിടെ ചെന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ അമ്മ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അങ്ങനെ അപ്പാപ്പാൻ്റെ അടുത്ത് നോമ്പറ അങ്ങനെ കഴിഞ്ഞില്ലടാ. അതെ നാളെ ഭംഗിയായി കഴിഞ്ഞില്ലേ മമ്മ? അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും. ഓക്കെ.